ഓക്കെ, 12ാമത്തെ പ്രോബ്ലം. ഡേറ്റ ഗിവൺ ബിലോ റിലേറ്റീവ് പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഓവർ എ പീരീഡ്. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസും ഡിമാൻഡും ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത്. കമ്പ്യൂട്ട് ദ കോറിലേഷൻ കോഷ്യന്റ് ബിറ്റ്വീൻ ദ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസ് 50, 75. അപ്പോൾ 50 ആയപ്പോൾ 100 ഡിമാൻഡ് ഉണ്ട്, 75 ആയപ്പോൾ 140 ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. 60 ആയപ്പോൾ 110, 70 ആയപ്പോൾ 115, 95 150 ഇങ്ങനെ പോകുന്നു. അപ്പോൾ അവിടെ നമ്മൾ പ്രൈസ് ഡിമാൻഡ് എടുത്ത് എഴുതി. ഫസ്റ്റ് നമുക്ക് R1 കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ R1 എന്ന് പറയുന്നത് നമുക്കറിയാം. ഫസ്റ്റ് അവിടെ പ്രൈസിന് R1 ആദ്യത്തെ പ്രൈസ്, അപ്പോൾ അതിന് ഏറ്റവും ഹൈ പ്രൈസ് ഏതാ? 95 അല്ലേ. അപ്പോൾ 95-നാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? 1 കൊടുത്തേക്കുന്നത്. ക്ലിയർ ആയോ? 2 ഏതിനാണ് കൊടുത്തേക്കുന്നത്? 90 കണ്ടോ? അതാണ് R1 രണ്ടാം കൊടുത്തേക്കുന്നത്, അതിന് രണ്ടാമത്തെ റാങ്ക്. അടുത്ത തേർഡ് റാങ്ക് 88 ക്ലിയർ ആയോ? ഫോർത്ത് റാങ്ക് എന്ന് പറയുന്നത് 75 ഫിഫ്ത്ത് റാങ്ക് 70 സിക്സ്ത് റാങ്ക് 6-നാണ്. സിക്സ്ത് റാങ്ക് 60 സെവൻത്ത് റാങ്ക് 50 ഇങ്ങനെയാണ് R1-ൻ്റെ റാങ്ക് കൊടുത്തേക്കുന്നത്. ക്ലിയർ ആയോ? R2-ൻ്റെ റാങ്ക് അതേപോലെ തന്നെയാണ്. R2 നമ്മൾ ഡിമാൻഡ് അല്ലേ. ഡിമാൻഡിൽ ഏറ്റവും ഹൈസ്റ്റ് എത്രയാണ്? 150 അപ്പം 150 ഫസ്റ്റ് റാങ്ക്. സെക്കൻഡ് റാങ്ക് 140 കണ്ടോ? 140 സെക്കൻഡ് റാങ്ക്. തേർഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ 134 തേർഡ് റാങ്ക്. അടുത്ത 120 ഫോർത്ത് റാങ്ക്. ഫിഫ്ത്ത് റാങ്ക് 115 സിക്സ്ത് റാങ്ക് 110 സെവൻത്ത് റാങ്ക് 100 ക്ലിയർ അല്ലേ? ഇതറിയാതെ നമ്മൾ ചെയ്ത് വെച്ചാൽ റെഡി ആവത്തില്ല. അടുത്ത അതിൻ്റെ ഡിഫറൻസ് നമ്മൾ എടുക്കുന്നു. 7 7 7 7 - 7 0, 4 - 2 2, 6 - 6 0, 5 - 5 0, 1 - 1 0, 2 - 3 1 -1 കൊടുത്താൽ മതി. ഡി സ്ക്വയർ എടുക്കുമ്പോൾ മാറിക്കോളും. 3 - 4 -1 കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡി സ്ക്വയർ 0 × 0 0, 2 × 2 4 0 അങ്ങനെ എടുക്കുന്നു. അപ്പോൾ അവിടെ 6 വരും. അങ്ങനെ പിന്നെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n × n സ്ക്വയർ - 1 അപ്പോൾ ഇവിടെ നമുക്കറിയാം 1 അതേപോലെ തന്നെ കൊടുക്കുന്നു. ഇവിടെ 6 അതേപോലെ തന്നെ സിഗ്മ ഡി സ്ക്വയർ 6 അല്ലേ. ഡിവൈഡ് ബൈ 7 ഐറ്റം അല്ലേ ഉള്ളത്. അപ്പോൾ 7 × 7-ൻ്റെ സ്ക്വയർ -1 അപ്പോൾ നമുക്കറിയാം 1 അതേപോലെ തന്നെ വരും. 6 × 6 36 വരും അല്ലേ. അപ്പോൾ 7-ൻ്റെ സ്ക്വയർ എത്ര? 7 × 7 49 വരും. 49 -1 48 വരും അല്ലേ. 48. അപ്പോൾ 48 × 7 336 വന്നേക്കുന്നത്. ഓക്കെ, അത് ഡിവിഷൻ നടത്തുമ്പോഴാണ് 1 - 0.107 വരും. അതിൻ്റെ കാൽക്കുലേഷൻ അങ്ങനെ 0.893 ക്ലിയർ ആയല്ലോ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ആൻസർ അവിടെ നമ്മൾക്ക് എത്തുന്നത്. കാരണം റാങ്ക് നമുക്കിവിടെ തന്നിട്ടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ റാങ്ക് തരുന്നതാണ്. റാങ്ക് നമ്മൾ അസൈൻ ചെയ്യേണ്ടതാണ് ഈ പ്രോബ്ലത്തിൽ. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ റാങ്ക് അസൈൻ ചെയ്തിട്ട് ഇത് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ചെയ്തോളൂ.